അന്താരാഷ്ട്ര നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? കാരണം ഈ മേഖല സംഘർഷഭരിതമാണ്. ചൈനയുടെ ഈ സൗത്ത് ചൈന കടലിലുള്ള ആ ക്ലെയിമുകൾ, ഫിലിപ്പീൻസുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ റൈവൽറി, രാജ്യങ്ങൾക്ക് ഒരു സൈഡ് പിടിക്കേണ്ട അത്യാവശ്യ ഘട്ടങ്ങൾ വന്നിരിക്കുന്നു. ആ സമയത്ത് ഇപ്പോൾ നടന്ന ഈ ആസിയാൻ ഉച്ചകോടി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉച്ചകോടി തന്നെയാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ കൊലാലംപൂരിൽ മലേഷ്യൻ ഉച്ചകോടി. ആ ത്രിദിന ഉച്ചകോടിയിൽ ആസിയാന്റെ 10 രാജ്യങ്ങൾക്ക് പുറമെ പത്തിനോടൊപ്പം ഒരു രാജ്യം കൂടെ ഈസ്റ്റ് ടൈമോടും കൂടെ ചേരുമ്പോൾ 11 രാജ്യങ്ങളാണ്. മലേഷ്യ, സിംഗപ്പൂർ, അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ 3 പ്രധാന രാജ്യങ്ങൾ കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, തായ്ലൻഡ്, മ്യാൻമാർ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ബ്രൂണായി, ഈ രാജ്യങ്ങളെല്ലാം ചേരുന്ന 11 രാജ്യങ്ങളുടെ ഗ്രൂപ്പാണല്ലോ ആസിയാൻ. അപ്പൊ ആസിയാൻ സ്ഥിതി ചെയ്യുന്ന മേഖല അതീവ സങ്കീർണമാണ്. നേരത്തെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ചൈനയുടെ ഒരു മേധാവിത്വം മേഖലയിലുണ്ട്. ഈ പല രാജ്യങ്ങളുമായും ചൈനയ്ക്ക് അതിർത്തി തർക്കമുണ്ട്. അത് മാത്രമല്ല ഈ പല രാജ്യങ്ങളുടെയും കൈവശമുള്ള ചില ദ്വീപുകളിന്മേൽ, ദ്വീപ സമൂഹങ്ങളുടെ മേൽ ചൈന ക്ലെയിം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് സൗത്ത് ചൈന സീ മേഖല അതീവ വോളറ്റൈൽ ഒരു മേഖലയാണ്. അതായത് ജിയോ പൊളിറ്റിക്കൽ, ജിയോ സ്ട്രാറ്റജിക് ട്രാക്കിലാണ്. അതോടൊപ്പം തന്നെ അതീവ വളർച്ചാ സാധ്യതയുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ടാണ് ആസിയാൻ രാജ്യങ്ങൾ അതിന്റെ ഡയലോഗ് പാർട്ടി വിവിധ രാജ്യങ്ങളെ സമ്മേളനങ്ങൾ ക്ഷണിക്കാറുണ്ട്. ആസിയാൻ ഉച്ചകോടി എവിടെയെല്ലാം നടക്കുന്നോ അവിടെയെല്ലാം തന്നെ അമേരിക്കയും ജപ്പാനെയും ചൈനയും ഇന്ത്യയും ഒക്കെ ക്ഷണിക്കാം, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഈ രാജ്യങ്ങളെ ഒക്കെ ക്ഷണിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു മിനി ലോക ഉച്ചകോടി, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിന് പൗരസ്ത്യ പ്രദേശത്തെ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരാനുള്ള ഒരു പ്രധാന വാണിജ്യ അവസരം, ഒരു തന്ത്രപരമായ അവസരം എന്ന നിലയിൽ കൂടിയാണ് ആസിയാൻ ഉച്ചകോടിയെ പൊതുവെ കാണുന്നത്. ഈ വർഷത്തെ 2025 ആസിയാൻ ഉച്ചകോടിയുടെ പ്രത്യേകത ട്രംപ് പ്രഖ്യാപിച്ച വാണിജ്യ യുദ്ധങ്ങളുടെ ഒരു പശ്ചാത്തലം, അതുപോലെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും വഷളായിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പാച്ചപ്പ് ചെയ്യാനുള്ള ഒരു അവസരം. അതോടൊപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ 2 രാജ്യങ്ങൾ തായ്ലൻഡും കംബോഡിയയും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ച ട്രംപിന്റെ ഒരു നീക്കം, അതിന്റെ ഒരു പരിണാമഗുപ്തിയിൽ എത്തി നിർത്താൻ ട്രംപിന്റെ സാന്നിധ്യത്തിൽ ഈ 2 രാജ്യങ്ങളും ചേർന്ന് ഒരു കരാറിൽ ഒപ്പിടുമോ എന്ന ചിന്ത. അതിനൊക്കെ പുറമെയാണ് ട്രംപ് ഇതിനുശേഷം ഫാർ ഈസ്റ്റ് മേഖലയിൽ സൗത്ത് കൊറിയയിലേക്ക് എത്തി അവിടെ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി 1-to-1 ചർച്ചകൾ ഏർപ്പെടുകയാണ്. ഇവിടെ നോക്കൂ, ചൈന അമേരിക്ക വ്യാപാര ബന്ധങ്ങൾ, അമേരിക്കയുടെ ഏറ്റവും വലിയ അവസരം $295 ബില്യൺ വ്യാപാര കമ്മിയാണ് സൈനോ അമേരിക്കൻ ട്രേഡിൽ അമേരിക്ക അനുഭവിക്കുന്നത്. അതെങ്ങനെയും കുറച്ചുകൊണ്ട് വരാനുള്ള തത്രപ്പാടിലാണ് അമേരിക്ക. അതുകൊണ്ട് ചൈനയെ വിരട്ടിക്കാരും സാധ്യമാക്കാൻ പറ്റില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ചൈന തിരിഞ്ഞു നിൽക്കുന്നു എന്ന ഒരു ചിന്തയുണ്ട്. പ്രത്യേകിച്ച് ചൈനയ്ക്ക് നേരെ 100% അധിക തീരുവ, ഇന്ത്യക്കെതിരെ 25% അധിക തീരുവ പ്രഖ്യാപിച്ചതുപോലെ റഷ്യയുമായി എണ്ണ കച്ചവടം നടത്തുന്നു, മറ്റു ചില കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നിലവിലുള്ള തീരുവയ്ക്ക് പുറമെ 100% കൂടി അധിക തീരുവ. അങ്ങനെയാകുമ്പോൾ ആ ആകമാന തീരുവ 155% വരുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ എങ്ങനെയും ഒരു പാച്ചപ്പ് ആവശ്യമുണ്ട് എന്ന് ചൈന ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് റെയർ എർത്ത് മിനറൽസിന്റെ കയറ്റുമതിയിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന് ചൈന തീരുമാനിക്കുകയും അമേരിക്ക വലിയ രീതിയിൽ അതിൽ ആശങ്കാകുലരാവുകയും അമേരിക്ക ഡിഫൻസ്, ഇലക്ട്രോണിക് ഇൻഡസ്ട്രികൾ നിലനിന്ന് പോകുന്നത് തന്നെ ചൈനയിൽ നിന്ന് കടന്നു വരുന്ന ഈ അത്യപൂർവമായ ധാതുക്കളുടെ ശേഖരം കൊണ്ടാണ്. ഇതെല്ലാം പാച്ചപ്പ് ചെയ്യാനുള്ള ഒരു വേദി എന്ന നിലയിലാണ് ആസിയാൻ സമിറ്റിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വളരെ നിർണായകമാണ് നരേന്ദ്രമോദി എന്തുകൊണ്ട് ഭൗതികമായി, ഫിസിക്കലായി നേരിട്ട് കൊലാലംപൂരിൽ എത്തിയില്ല എന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. ഡൊണാൾഡ് ട്രംപുമായി, അമേരിക്കൻ പ്രസിഡന്റുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സമയമായില്ല എന്നതുകൊണ്ടാവാം അവിടെ പോകുമ്പോൾ സ്വാഭാവികമായി ട്രംപുമായി ആ സമ്മേളനത്തിന്റെ സൈഡ് ലൈനിൽ ചർച്ച നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലല്ലോ. അതുകൊണ്ട് തകൃതിയായ വ്യാപാര ചർച്ചകൾ അമേരിക്കയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് നവംബർ മധ്യത്തോടുകൂടി അതിലൊരു ധാരണയായതിനു ശേഷം
ഈ ധാരണ സംയുക്തമായി പ്രഖ്യാപിക്കാം എന്ന ഒരു ചിന്തയിലാണ് ഒരുപക്ഷെ ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നും വിട്ടു പറയുന്നില്ല ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമാകട്ടെ, പ്രധാനമന്ത്രിയുടെ ഓഫീസാകട്ടെ, അമേരിക്കയുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയെക്കുറിച്ച് ഒന്നും വിട്ടു പറയുന്നില്ല. അതേസമയം എപ്പോഴെല്ലാം ടെലിഫോണിലെങ്കിലും നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും സംസാരിക്കുമ്പോൾ എല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപ് വലിയ ക്ലെയിമുകളുമായി വരികയാണ്. പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ച് തന്റെ ഇടപെടലാണ് എന്ന് പറയുന്നു. ഇന്ത്യ അത് അംഗീകരിച്ചിട്ടില്ല. അതുപോലെ റഷ്യയിൽ നിന്നും ഭാരതം എണ്ണ വാങ്ങുന്നത് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്ന് ആത്യന്തികമായി അത് ചെയ്യും എന്ന് അമേരിക്കൻ പ്രസിഡന്റാണ് പറയുന്നത്. ദീപാവലി ദിനം ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ ചുവട് പിടിച്ച് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഏകപക്ഷീയമായ ക്ലെയിമാണ്. ഇങ്ങനെ കൂടുതൽ ക്ലെയിം ഒന്നും ഉണ്ടാകണ്ട എന്ന ധാരണയിലാവാം ഒരുപക്ഷെ നേരിട്ടുള്ള സമാഗമം കൂടി വരവ് നരേന്ദ്രമോദി ഉപേക്ഷിച്ചത്. പക്ഷേ ഓൺലൈനായി നരേന്ദ്രമോദി ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും വ്യാപാര ബന്ധത്തിന് ഉപരിയായ സാംസ്കാരിക ദൃഢത, സാംസ്കാരിക കൊടുക്കൽ വാങ്ങൽ, അതിന്റെ പ്രത്യേകത, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ കിഴക്കോട്ട് നോക്കൽ നയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമായി നരേന്ദ്രമോദി അവതരിപ്പിച്ചു. അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന ആഗോള ഭീകരതയ്ക്കെതിരെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയും മോദി ഒരു ആഹ്വാനം എന്ന രീതിയിൽ പറയുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ജിയോ പൊളിറ്റിക്കൽ ആംഗിൾ നോക്കിയാലും, ട്രേഡ് ഇക്കോണമി ആംഗിൾ നോക്കിയാലും, ഗ്ലോബൽ സമവാക്യങ്ങളുടെ ആംഗിൾ നോക്കിയാലും എല്ലാം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ ഉച്ചകോടി വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ്, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.